എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ബാലേന്ദ്രൻ ഭയങ്കര ടെൻഷനോടെയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. എന്നിട്ട് ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട് അലീനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന്. അന്നേരം ഇല്ല ബാലേട്ട, 7 മണിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതാ എന്ന് പറയുമ്പം അതെനിക്കറിയാലോ, അത് കഴിഞ്ഞ് നീ എന്തെങ്കിലും അന്വേഷണം നടത്തിയോ, ഇവിടുന്ന് പോകുന്ന ഓട്ടോയെ കയറിയോ, എന്തെങ്കിലും അന്വേഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതില്ല എന്ന് പറയും. അധികം ബാലേന്ദ്രൻ ആകെ ദേഷ്യം വരുന്നുണ്ട്. അന്നേരം സുനന്ദേച്ചിയുടെ ഭർത്താവ് അവിടെ നിൽപ്പുണ്ട്. അങ്ങേര് പോലീസുകാരനാണല്ലോ. അങ്ങേരോട് ചോദിക്കുവാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന്. അന്നേരം അങ്ങേര് പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് കേസ് ചാർജായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരിപ്പോരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ധൃതി വെക്കേണ്ട, ഒന്ന് ആലോചിച്ചിട്ട് മതി എന്ന് പറയുന്നു. ബാലേന്ദ്രന് ആകെ ടെൻഷനാണ്. ബാലേന്ദ്രൻ ദേഷ്യത്തോടെ ഗോവർദ്ധനോട് പറയുന്നുണ്ട് ഇവിടെ തന്നെ ഇരുന്നു, എന്തെങ്കിലും അന്വേഷിക്കാൻ പറഞ്ഞാൽ ഒന്നും ചെയ്യത്തില്ല, എല്ലാത്തിനും ഞാൻ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് കൃഷ്ണമോളോട് പറയും ബാ മോളെ നമുക്ക് ടൗണിലൊക്കെ ഒന്ന് പോയി അന്വേഷിക്കാമെന്ന്, പുറത്തൊക്കെ പോയി അന്വേഷിക്കാമെന്ന്. അതേക്കും കറക്റ്റ് ആനന്ദം വന്നിട്ട് വയ്ക്കുക അതെ ടൗണിലേക്കാണെങ്കിൽ എന്നെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാവുമെന്ന്. അന്നേരം ഞാൻ ടൗണിലേക്കല്ല, എല്ലാവർക്കും അവനവൻ്റെ കാര്യം മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ് ബാലേന്ദ്രൻ. അപ്പോൾ ആകെ ടെൻഷനോടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഗോവർദ്ധനും. പിന്നെ കാണിക്കുന്നത് അലീനയാണ്. ഒരു വാനിൽ അലീനെ ഒരൊറ്റപ്പെട്ട വീടാട്ടോ അങ്ങോട്ടേക്ക് കൊണ്ടിറക്കുന്നു. അലീനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ. അന്നേരം വലിച്ചിറക്കുക. അന്നേരം അതിലുള്ള കൂടെയുള്ളവരും ചോദിക്കുന്നുണ്ട് എടാ ഇതിനെ എന്ത് ചെയ്യാനുള്ളതാണ്, ഇവിടെ സൂക്ഷിക്കണോ അതോ അറക്കണോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ചോദിച്ചിട്ട് പറയാം എന്ന് പറയുന്നു. എന്നിട്ട് അലീനെ ഒരു റൂമിലേക്ക് കൊണ്ട് തള്ളുവാണ്. ആ റൂമിൽ ഏതാണ്ട് കുറേ ആക്രി സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അലീനെ അവിടെ കിടന്ന് കാറുന്നുണ്ട് വാതിൽ തുറക്കുക എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് റൂമിന് 2 ജനലുണ്ട്, അത് കൈകൊണ്ട് കുത്തി തുറക്കും. എന്നിട്ട് അവിടെ നിന്നും പുറത്തേക്ക് വിളിച്ച് കരയുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ്. അവിടെ വെറുതെ ഇരിക്കുന്നില്ല അലീന അതിനിടയ്ക്ക് ആ കയ്യെ കിട്ടിക്കുന്ന കെട്ടെല്ലാം കടിച്ചഴിക്കാനും ഒക്കെ നോക്കുന്നുണ്ട്. ആകെ ടെൻഷനോടെ നിൽക്കുന്നു. പിന്നെ അലീന അകത്ത് കയറിയപ്പോഴേ ആ വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടു. എന്നിട്ടാണ് അകത്തിരിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ്. ബാലേന്ദ്രൻ മനുവിനെ വിളിക്കുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ നീ എവിടെയാ എന്ന്. അന്നേരം ഞാൻ അങ്കിളിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണ് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൻ്റെ മുന്നിലുണ്ട്, ഒരു പ്രശ്നമുണ്ട്, അലീനെ കാണാനില്ല എന്ന്. അന്നേരം അലീനെ കാണാനില്ല അങ്കിൾ എന്ത് ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പം അല്ല അവൾ ഇവിടെ വൈജയുടെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, 7 മണിയായപ്പോൾ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇവിടുന്ന് ഇറങ്ങിയതാണ്, ഓട്ടോയ്ക്ക് വരാമെന്നാണ് എന്നോട് പറഞ്ഞത്, പക്ഷേ അവൾ വീട്ടിലെത്തിയിട്ടില്ല, അവളെ കിഡ്നാപ്പ് ചെയ്താ എന്ന് പറയുമ്പം എന്താ അങ്കിൾ ഈ പറയുന്നത് എന്ന് ചോദിക്കും മനു. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇതിന് പിന്നിൽ നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും തന്നെയാണ്, വേറെ ആരുമല്ല എന്ന് പറയുമ്പം മനു ചോദിക്കുന്നുണ്ട് അവർ ഇത്രയും വലിയ വിഡ്ഢിത്തരമൊക്കെ കാണിക്കുമോ എന്ന്. അന്നേരം ഇതല്ല ഇതിനപ്പുറം കാണിക്കും മനു, ഇത് തീക്കളിയാണ്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം മുന്നോട്ട് പോയതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പം മനു പറയുന്നുണ്ട് അങ്കിള് ടെൻഷൻ അടിക്കേണ്ട, ഞാൻ ഹോട്ടലിലോട്ടൊന്ന് പോയി നോക്കാം, അവരവിടെ ഉണ്ടോ എന്താ ചെയ്യുന്നത് എന്നൊക്കെ അറിയാലോ എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് എവിടെയെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കുക, ഞാനും അന്വേഷിക്കാം, പിന്നെ നീ വേറൊരു കാര്യത്തിൽ സംശയിക്കേണ്ട, ഇതിന് പിന്നിൽ നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും ഹരിയും ഒക്കെ തന്നെയായിരിക്കും, അവരെയും കൂടെ ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതാണ് എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ ഫോൺ വെച്ച് കഴിയുമ്പം കൃഷ്ണമോളും പറയുന്നുണ്ട് അവർ തന്നെയായിരിക്കും ഇത് ചെയ്തത് അച്ഛ, അല്ലാതെ വേറെ ആരും ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് അലീനെ കാണിക്കുന്നുണ്ട്. അലീനെ റൂം അകത്തുനിന്ന് കുറ്റിയിട്ടല്ലോ, അതുകൊണ്ട് അവന്മാർ പുറത്ത് വന്ന് വിളിയാണ് തുറക്കടി ഒരുമ്പെട്ടവളെ, നിന്നോട് ആരത് കുറ്റിയിടാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങൾ ചവിട്ടി തുറക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ പുറത്തു നിന്ന് ബഹളം വയ്ക്കും. അത് കഴിഞ്ഞ് അവർ പോവും. ഈ സമയത്തിന് അലീന ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ, ഇനി ചവിട്ടി തുറന്ന് അകത്തോട്ട് വരുമോ എന്നോർത്ത്. ഏതായാലും ബാലേന്ദ്രനോട് സംസാരിച്ചതിന് ശേഷം മനു നേരെ പോകുന്നത് ഹോട്ടൽ റൂമിലേക്കാണ്. ഹോട്ടലിൽ ചെന്ന് വാതിൽ ഓർക്കുന്നത് ശിവനാട്ടോ. അകത്ത് കയറുന്നത് ചോദിക്കും, മനുവിനെ കാണുന്നത് ശിവൻ ചോദിക്കും നീ എന്താ ഇവിടെ നിന്ന്, എന്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ മേലെ എന്ന് ചോദിക്കുമ്പം അല്ല നീ ഇങ്ങോട്ട് വരാറില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുവാണ്. നേരെ അകത്ത് കയറിയിട്ട് മനു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഇവിടെ പരിപാടി എന്ന്. നേരം വേറെ എന്താ പരിപാടി, ഒരു പരിപാടിയില്ല, വൈജയന്തി ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമല്ലേ, അവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെല്ലണ്ടേ, അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ റൂം എടുത്ത് താമസിക്കുന്നത് എന്ന് പറയുമ്പം എന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ എന്താ ചെയ്തത് എന്ന് ചോദിക്കും. അന്നേരം ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ചെയ്യും, വേറെ ആവശ്യങ്ങളൊന്നും വന്നില്ല അതുകൊണ്ടല്ലേ. ആ ബാലേന്ദ്രന് ഭാര്യയെ നോക്കാൻ സമയമൊന്നുമില്ലല്ലോ, അവൻ വീട്ടിൽ പോയി അവൻ്റെ മകളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് ആശുപത്രി വരേണ്ട സമയത്തൊക്കെ അങ്കിൾ വരാറുണ്ട്, അവിടുത്തെ ബില്ല് അടയ്ക്കാറുണ്ട്, ആൻറ്റിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാറുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തായിരുന്നോ, നിങ്ങൾ ആ
ഹോസ്പിറ്റലിൽ പോയി ഒരു ബില്ല് അടയ്ക്കുമോ, ഒരു ലാബ് ടെസ്റ്റ് റിസൾട്ട് മേടിക്കുമോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എടാ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല അതുകൊണ്ടായെന്ന് പറയും. അന്നേരം മനു പറയുന്നുണ്ട് അതൊന്നുമല്ല നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളിവിടെ റൂം എടുത്ത് താമസിക്കുന്നതിന് വേറെ എന്തോ കാരണമുണ്ട്, വേറെ എന്തോ ഗൂഢാലോചനയാണ് എന്ന് പറയുമ്പം ശിവൻ ചാടി എഴുന്നേറ്റിട്ട് ദേ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് പറയും. അന്നേരം മനു ചോദിക്കും അലീനെ അലീനെ നിങ്ങൾ എന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കറിയത്തില്ല, അവളെ കാണാനില്ലെങ്കിൽ അവൾ വേറെ ആരുടെയെങ്കിലും കൂടെ പോയി കാണും, അല്ലാതെ ഞങ്ങളോടാണോ വന്ന് ചോദിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും മനുവിന് ദേഷ്യം വരുവേ. മനു ചോദിക്കുന്നുണ്ട് അച്ഛൻ ചുമ്മാ അനാവശ്യം പറയരുത്, അച്ഛനൊരു ഡിഗ്നിറ്റി ഇല്ലേ, ഈ തെരുവ് പെണ്ണുങ്ങൾ സംസാരിക്കുന്ന രീതിയിലാണോ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം എടാ അലീനെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല, അവളെ എന്ത് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല, പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക. അന്നേരം മനു പറയുന്നുണ്ട് അതൊന്നും അല്ല കാര്യം, അലീനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യിച്ചതാണ്, നിങ്ങൾ നേരിട്ട് ചെയ്തു എന്നൊന്നും ഞാൻ പറയുകയില്ല, നിങ്ങൾ ഗുണ്ടകളെ ഏൽപ്പിച്ച് ആ കാര്യം നടപ്പിലാക്കി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറഞ്ഞേക്കാം, ഇത് തീക്കളിയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഇത്രയും കാലം കണ്ട അങ്കിളിനെ ആയിരിക്കില്ല ഇനി നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്നത്, അങ്കിളിൻ്റെ മകളാണ് അലീന, അത് മറന്നു പോകരുത് എന്നൊക്കെ പറയുമ്പോഴേക്കും ശിവനൊക്കെ ഭയങ്കര പുച്ഛമാണ്. അന്നേരം മനു പറയുന്നുണ്ട് ഇത് കേസാക്കാൻ പോവാണ്, കേസായി കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ നിങ്ങൾ അകത്തു പോകും, പിന്നെ മീഡിയാസിൻ്റെ മുമ്പിൽ മുഖം മറിച്ച് വന്ന് നിൽക്കേണ്ട ഗതികേട് വരും, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും രാജീവൻ പറയുന്നുണ്ട് നീ കൂടുതൽ പേടിപ്പിക്കുമൊന്നും വേണ്ട, അവളെ കണ്ടില്ലെങ്കിൽ അയാളോട് പോയി അന്വേഷിക്കാൻ പറ, അല്ലാതെ ഇവിടെ വന്ന് CBI കളിക്കുമല്ല ചെയ്യേണ്ടത് എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് എനിക്ക് കൊച്ചനോട് ഒന്നും സംസാരിക്കാനില്ല എന്ന്. എന്നിട്ട് ശിവനോട് പറയുന്നുണ്ട് ഞാൻ അച്ഛനോടാണ് പറയുന്നത്, ഈ കളി ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് അനുഭവിക്കേണ്ടി വരും. അലീനയുടെ ചെയ്ത എല്ലാ കാര്യങ്ങളിലും തൊപ്പിട്ട് ചൂലിന് അടിയും വാങ്ങിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകണ്ട. ഇനി അവിടെ പോയി അങ്കിളിൻ്റെ കാല് പിടിച്ച് ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കാല് പിടിക്കുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടാക്കി വെക്കരുത്. കുടുംബത്തിനൊരു അഭിമാനമുണ്ട്, അത് ശകലമെങ്കിലും മിച്ചം വെച്ചേക്കണം. ഞാനും ആ കൈതക്കൽ വീട്ടിൽ വന്ന് ജനിച്ചു പോയില്ലേ എന്നിങ്ങനെ മനു പറയുവാണ്. അന്നേരം എടാ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പിന്നെയും പറയുക ശിവൻ. അന്നേരം മനു പറയുന്നുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്നൊരൊറ്റ രാത്രി കൊണ്ട് അലീനെ കണ്ടുപിടിച്ചിരിക്കും, അതിന് യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് മനു റൂമിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അന്നേരം ചെറിയൊരു ടെൻഷൻ ആകുന്നുണ്ട് ഈ പറയുന്ന രണ്ടെണ്ണത്തിനും, ശിവനും രാജീവനും കേട്ടോ. ഏതായാലും അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്ന മനു നേരെ ഗംഗാധരനെയാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് വെളിച്ചൻ എവിടെ എത്തി, നാട്ടിലോട്ട് വരുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങി, അവിടെ നിന്ന് പാലായ്ക്ക് വന്നുകൊണ്ടിരിക്കുക എന്ന് പറയും. അന്നേരം മനു ആകെ ടെൻഷന് പറയുവാണ് വെളിച്ചൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോവാ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കുളമായി കിടക്കുവാണ് എന്ന് പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞായിരുന്നു, YG ഹോസ്പിറ്റലായ കാര്യങ്ങളും എല്ലാം ഞാൻ അറിഞ്ഞൂടാ എന്ന് പറയുമ്പം അതൊന്നും അല്ല വലിച്ച കാര്യം, ഇപ്പോൾ അലീനെ കാണാനില്ല എന്ന് പറയും. അലീനെ കാണാനില്ലേ, അതെന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പം എന്താ സംഭവിച്ചത് എന്നൊന്നും അറിയത്തില്ല, ഏതായാലും അലീനെ കാണാനില്ല എങ്കിൽ അതിൻ്റെ പുറകിൽ എൻ്റെ അച്ഛനും കൊച്ചച്ഛനും തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അവരാരെ കൊണ്ടേലും ചെയ്യിപ്പിച്ചതായിരിക്കും, അവളെ കിഡ്നാപ്പ് ചെയ്തതാണെന്ന് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് അത്രയും വലിയ പൊട്ടത്തരമൊക്കെ അവർ ചെയ്യുമെന്ന് ചോദിച്ചാൽ ചെയ്യും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം, നേരത്തെ കണ്ട അങ്കിളായിരിക്കില്ല ഇനി കാണാൻ പോകുന്നത്, അങ്കിളെല്ലാം നശിപ്പിക്കും, അതിനൊരു അവസരം ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുമ്പോഴേക്കും ഗംഗാധരൻ പറയുന്നുണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, നീ ഒരു കാര്യം ചെയ്യ്, ആ ഹോട്ടൽ റൂമിൻ്റെ ലൊക്കേഷൻ ഇങ്ങോട്ട് അയച്ചേരേ എന്ന് പറയും. മനു ഹോട്ടലിലാണ് രണ്ടെണ്ണോട് താമസിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടോ, അപ്പം അതങ്ങ് അയച്ചേരും, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറയുന്നു. അങ്ങനെ അവർ ഫോം വയ്ക്കുന്നു. വെച്ചതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുലോചനയും ഗോവർദ്ധനെയാണ്. ഗോവർദ്ധൻ YGയുടെ റൂമിൻ്റെ അവിടെ വന്നിട്ട് വിളിക്കുവാണ് സുലോചനെ, നീങ്ങ് വന്ന ഒരു കാര്യമുണ്ട്, സീരിയസ് ആണ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അന്നേരം അവിടെ കിടന്നുകൊണ്ട് ആ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, ആരാണ് എന്താണ് എന്നൊക്കെ വൈജയന്തി. എന്തായാലും സുലോചന പുറത്തോട്ട് വന്നു കഴിയുമ്പം ഈ കാര്യങ്ങളൊക്കെ പറയുവാണ് ഗോവർദ്ധൻ. എന്നിട്ട് ഗോവർദ്ധൻ പറയുന്നുണ്ട് അലീന ഇവിടുന്ന് ഇറങ്ങുന്ന കറക്റ്റ് ടൈമിൽ എന്നെ ശിവേട്ടൻ വിളിച്ചു, എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പം ഇതുവരെ എന്ത് ബില്ലായി, എത്ര ബില്ലായി, ഇനി എത്ര ഏകദേശം വരും, നിങ്ങൾ എത്ര അടച്ചു എന്നുള്ള കാര്യങ്ങൾ ചുമ്മാ ചോദിച്ച് എൻ്റെ സമയം കളഞ്ഞു. അങ്ങേരെ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ഓർത്തു ഇനി തൊട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അങ്ങേരെ ഏറ്റെടുക്കുമെന്ന്. ഇങ്ങനെ ചോദിച്ച് സമയം കളഞ്ഞതിന് ശേഷം കടലിൽ ഉപ്പ് കലക്കുന്നത് പോലെ ശകലം ഒരു 1,00,000 രൂപ തന്നു വിട്ടു എന്നൊക്കെ പറയുമ്പം സുലോചനയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. സുലോചന പറയുക ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, അലീനെ അവരായിരിക്കുമോ തട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട് അങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ അവർ,
ഇത്രയും കാലത്തെ പോലെ വേലക്കാരിയല്ല, ബാലേട്ടൻ്റെ മകളാണ്, ബാലേട്ടൻ എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലും അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. നേരം സുലോചന പറയുന്നുണ്ട്, ഏതായാലും അവർ കാണിച്ചത് മണ്ടത്തരമായി പോയി, അവരാണ് ചെയ്തതെങ്കിൽ ഇനി അനുഭവിക്കട്ടെ എന്ന് പറയുവാണ്. എന്നിട്ട് ഇനി എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ എന്നെ അറിയിച്ചേക്കണം എന്നൊക്കെ പറയുമ്പം ഗോവർദ്ധൻ പറയുന്നുണ്ട്, എന്നെ ബാലേട്ടൻ വറുത്തു പോരും, കാരണം ഞാൻ ആ കറക്റ്റ് സമയത്ത് ഇവിടുന്ന് മാറി നിന്നതുകൊണ്ട് ഇനി അവിടെ പോയി നിൽക്കട്ടെ, അല്ലെങ്കിൽ എന്നെ തുരുതുരെ വിളിച്ചിട്ട് ഇനിയും ചീത്ത പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവർദ്ധൻ അങ്ങോട്ട് പോവാണ്. അന്നേരം ഇതെല്ലാം കേട്ടതിൻ്റെ ഒരു ദേഷ്യവും ഒക്കെ വന്നിട്ടുണ്ട് സുലോചനയുടെ മുഖത്തും. പിന്നെയും കാണിക്കുന്നത് ശിവനെയും രാജീവിനെയാണ്. രണ്ടും കൂടെ ഹോട്ടൽ റൂമിൽ ഇരിക്കുവാണല്ലോ. അന്നേരമാണ് ഗംഗാധരൻ്റെ ഫോൺ കോൾ വരുന്നത്. ഭയങ്കര ഭയഭക്തി ബഹുമാനമാട്ടോ രണ്ടുപേർക്കും ഗംഗാധരനോട്. ഫോൺ എടുക്കുമ്പം തന്നെ ഭയങ്കര ബഹുമാനത്തോടെ സംസാരിക്കുകയുള്ളൂ. ഗംഗേട്ടൻ എങ്ങനെയാണ് നാട്ടിലോട്ട് വരുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നാട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്, നീയൊക്കെ അവിടെ എന്തെടുക്കുവായെന്ന് ചോദിക്കും. അന്നേരം ഞങ്ങൾ പുറത്തായെന്ന് പറയുമ്പോൾ പുറത്താണെന്നോ എവിടെയാണെന്ന് വെച്ചാൽ കറക്റ്റ് പറയടാ, നിനക്കും അതൊക്കെ പറയാൻ എന്നെ എത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോൾ അതെ ഞങ്ങൾ വൈജയുടെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുവാണ് എന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു, ഇനി കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കേണ്ട, നിങ്ങൾ അവിടെ ചെയ്തു വെച്ചേക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് അവിടെ സ്റ്റോപ്പ് ചെയ്തോണം, നിങ്ങളാണോ അലീനെ തട്ടിക്കൊണ്ട് പോയത് എന്ന് ചോദിക്കും. അന്നേരം ഞങ്ങളല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം നിങ്ങൾ ചെയ്തത് എന്നാണ് എന്നോട് മനു വിളിച്ചു പറഞ്ഞത്, മനു എല്ലാ കാര്യങ്ങളും എന്നെ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും രാജീവിന് ദേഷ്യം വരുന്നുണ്ട് മനുവിൻ്റെ കാര്യം ഓർത്തിട്ട്. അന്നേരം ഗംഗാധരൻ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, എന്ത് കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോണം, വെറുതെ സർവനാശം ഉണ്ടാക്കി വെക്കരുത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളിയല്ല ഇത്, വെറുതെ കാര്യങ്ങൾ കൈവിട്ടു പോകും, എല്ലാം നശിപ്പിക്കാനായിട്ട് നിങ്ങളൊന്നും ചെയ്തേക്കരുത്, ഞാൻ അങ്ങോട്ട് വരുവാണ്, ഇനി ഞാൻ വന്നതിന് ശേഷം ബാക്കി ഞാൻ പറയാം എന്നൊക്കെ പറയും. ശിവൻ്റെ കൈ കൊടുക്കാൻ പറയും. ശിവനും ആകെ ടെൻഷനാകുന്നുണ്ട്. ശിവനോടും പറയുന്നുണ്ട്, വലിയ വലിയ പൊട്ടത്തരങ്ങളാണ് നിങ്ങൾ കാണിച്ചു വെച്ചേക്കുന്നത്, ഇനി ഒരു കാര്യം പോലും അതിനപ്പുറം ചെയ്തു പോകരുത്, ഞാൻ അങ്ങോട്ട് വരുവാണ് എന്ന് പറഞ്ഞിട്ടാണ് ഗംഗാധരൻ ഫോം വയ്ക്കുന്നത്. ഫോം വെച്ച് കഴിയുമ്പോഴത്തേക്കും രണ്ടെണ്ണത്തിന് ഏകദേശം വയറ് നിറഞ്ഞു. രണ്ടെണ്ണം നല്ല ടെൻഷനിലാകുന്നുണ്ട്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. അതിനിടയ്ക്ക് രാജീവൻ ശിവനോട് പറയുന്നുണ്ട്, മനു എല്ലാം വിളിച്ചു പറഞ്ഞത്, ഇങ്ങനെ കുടുംബത്തെ ചതിക്കാൻ ഒരുത്തൻ എന്നൊക്കെ അതിൻ്റെ കൂടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഇത്രയും പറഞ്ഞു നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ഹോട്ടൽ റൂമിലേക്ക് വരുന്നുണ്ട് ഗംഗാധരനും അതുപോലെ ബാലേന്ദ്രനും. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കഴിഞ്ഞ 23 വർഷക്കാലം ഒരു പെണ്ണിന് വേണ്ട എല്ലാ പരിശുദ്ധിയോടും കൂടിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഞെളിഞ്ഞ് നടന്നു അവളെ എൻ്റെ മുന്നിൽ എന്ന് പറയുന്നുണ്ട്. ബാലേന്ദ്രന് ഏറ്റവും കൂടുതൽ ദേഷ്യം ഇത്രയും തെറ്റ് ചെയ്ത് ബാലേന്ദ്രൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടും വൈജയന്തി ഭയങ്കര അഹങ്കാരത്തോടെ ബാലേന്ദ്രനെ അങ്ങ് ഒതുക്കുമായിരുന്നു. അതിൻ്റെ കലിപ്പ് മൊത്തം ഉണ്ട് ബാലേന്ദ്രൻ്റെ സംസാരത്തിൽ മൊത്തം. ഏതായാലും ഗംഗാധരൻ കാര്യങ്ങൾ തുറന്നു പറയുന്നു. ബാലേന്ദ്രൻ്റെ മകളല്ല അലീന, വൈജയന്തിയുടെ മകളാണ് എന്ന് പറയുന്നെങ്കിൽ രണ്ടെണ്ണം അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ഓർത്ത് നോക്കി ഇത്ര നേരം എന്താ ചെയ്ത് വെച്ചേക്കുന്നതെന്ന്, സ്വന്തം പെങ്ങളുടെ മകളോടാണ് നിങ്ങൾ ഈ ക്രൂരതകൾ മൊത്തം ചെയ്തത്, വൈജയന്തി ഇത്രയും കാലം പടവെട്ടി ജയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സ്വന്തം മകളോടാണ്, അതും മറക്കരുത് എന്ന് പറയുമ്പം രണ്ടുപേരും ശിവനും രാജീവിനും ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ കേട്ട് നിൽക്കുക കേട്ടോ. അവരിതൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റായി പോയല്ലോ. ഏതായാലും ഇത്രയും പറഞ്ഞതിന് ശേഷം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ഇനി പറ അലീന എവിടെയാണ് എന്ന്. അത് കഴിഞ്ഞ് അലീനയുടെ അടുത്തേക്ക് റൂമിൻ്റെ അടുത്തേക്ക് ആരോ വരുന്നതും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്.